ഒരു കാലത്ത് വിമാനത്തിൽ കയറുന്നത് ഒരു ആഡംബര ലോകത്തേക്കുള്ള പ്രവേശനം പോലെയായിരുന്നു. 1960-കളിൽ ഇതിനെ ജെറ്റ് യുഗം എന്നാണ് വിളിച്ചിരുന്നത് പോലും. അതിന് കാരണവുമുണ്ട്. വിമാനയാത്ര ഒരു ആഡംബര അനുഭവമായിരുന്നു. യാത്രയും ലക്ഷ്യസ്ഥാനവും ഒരുപോലെ ആവേശകരവുമായിരുന്നു. യാത്രക്കാർ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് വിമാനത്തിൽ കയറിയിരുന്നത്. ഗ്ലാസുകളിൽ ഷാമ്പെയിൻ കുടിച്ചു, വെളുത്ത ലിനൻ വിരിച്ച മേശകളിൽ ഭക്ഷണം വിളമ്പി. സീറ്റുകളുടെ കൈപ്പിടികൾ അവ യഥാർത്ഥത്തിൽ കൈകൾ വയ്ക്കാനുള്ള പാകത്തിനുള്ളവയായിരുന്നു. ഇങ്ങനെ ആകാശത്തിലെ യാത്ര ഒരു സ്വപ്നം പോലെയായിരുന്നു. ഇന്ന് കഥ മാറി. വിമാനത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ മുട്ടുകൾ തന്നെ ട്രേ ആയി മാറുന്ന അവസ്ഥയാണിപ്പോൾ. ഇരിപ്പിടം അത് അപ്രത്യക്ഷമായി. ഭക്ഷണം ഒരു ഓർമ്മ മാത്രമാണ്. നിറഞ്ഞ വിമാനങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഫീസുകളുടെ കെണികളുമാണ് എല്ലായിടത്തും ഉള്ളത്. ഇതാണ് ഇപ്പോഴത്തെ നിയമം. ആകെ ഒരു ആശ്വാസമുള്ളത് ഇരിക്കാൻ ഇപ്പോഴും സീറ്റ് കിട്ടുന്നു എന്നതിൽ മാത്രമാണ്. എന്നാൽ അതും ഇനി അധികകാലം നീണ്ടു നിൽക്കുന്ന കാര്യമല്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബജറ്റ് എയർലൈൻസുകൾ സ്റ്റാൻഡിംഗ് സീറ്റുകൾ എന്ന പുതിയ ആശയവുമായി വരുന്നുണ്ട്. സീറ്റുകൾക്ക് പകരം ലീനിങ് പെർച്ചുകൾ, അതായത് പാതി കുത്തിരിപ്പ് പാതി നിൽപ്പ്. ആകാശത്തിന് നടുവിൽ തൂങ്ങിക്കിടക്കുന്ന പോലെയുള്ള അവസ്ഥ. ഇത് കേൾക്കുന്നത്ര അസൗകര്യമല്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സീറ്റുകൾ സ്കൈ റൈഡർ 2.0 എന്നാണ് പേര്. 2018-ൽ ഇവ ആദ്യം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവയുടെ ഡിസൈൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. എല്ലാ സുരക്ഷാ പരിശോധനകളും പാസ്സായിട്ടുണ്ട്, അംഗീകാരവും ലഭിച്ചു. 2 മണിക്കൂറിൽ താഴെയുള്ള ചെറിയ യാത്രകൾക്കാണ് ബജറ്റ് വിമാന കമ്പനികൾ ഇവ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നത്. എന്തിനാണ് ഇങ്ങനൊരു സീറ്റ്? ആഡംബര യാത്രയിൽ നിന്നും ആകാശത്ത് അർദ്ധനിൽപ്പിലേക്ക് എങ്ങനെ എത്തി? എല്ലാം തുടങ്ങിയത് സീറ്റുകൾ ചെറുതാക്കി തുടങ്ങിയതോടു കൂടിയാണ്. പിന്നെ ഭക്ഷണവും ഇല്ലാതായി. ലഗേജ് ഫീസുകൾ രഹസ്യമായി വന്നു. വിമാനങ്ങൾ തിരക്കേറി, ലാഭം കുറഞ്ഞു. ഇപ്പോൾ വിമാന കമ്പനികൾക്ക് സമ്മർദ്ദം കൂടി. ഇന്ധനവില കുതിച്ചുയർന്നു. പരിസ്ഥിതി നിയമങ്ങൾ കർശനമാക്കുന്നു. ഇപ്പോൾ എല്ലാം കാര്യക്ഷമതയെക്കുറിച്ചാണ്. കുറഞ്ഞ ഭാരം, കൂടുതൽ യാത്രക്കാർ, പരമാവധി ലാഭം. സ്കൈ റൈഡർ പർച്ചുകൾ സാധാരണ സീറ്റുകളേക്കാൾ 50% ഭാരം കുറവാണ്. പരിപാലന ചെലവും കുറവ്. 2026-ഓടെ, അതായത് അടുത്ത വർഷം ഇവ വിമാനങ്ങളിൽ വരാൻ സാധ്യതയുമുണ്ട്. വിമാന കമ്പനികൾ പറയുന്നത് ഇതൊരു ഓപ്ഷൻ ആണെന്നാണ്, നിർബന്ധമല്ല. വില കുറഞ്ഞ ടിക്കറ്റ് വേണോ എങ്കിൽ പെർച്ചിൽ ചാരി നിൽക്കാം. പക്ഷേ ഈ അർദ്ധനിൽപ്പ് സീറ്റുകൾക്ക് ഒരു കാര്യം തടയാൻ കഴിയില്ല: ആകാശത്തെ കുലുക്കങ്ങൾ. ഉദാഹരണത്തിന്, ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ ഒരു ഇൻഡിഗോ വിമാനം ബുധനാഴ്ച ശക്തമായ ടർബുലൻസിൽ അത് പെട്ടു. സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ വന്നു. സീറ്റുകൾ കുലുങ്ങുന്നു, യാത്രക്കാർ ഭയന്ന് വിറയ്ക്കുന്നു. നിലവിൽ വിമാനം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ശ്രീനഗറിൽ ഇറങ്ങിയപ്പോൾ അതിന്റെ മൂക്കിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, പക്ഷേ ഏറെ ശ്രദ്ധേയവുമാണ്. ഇത് വിരളമല്ല. കഴിഞ്ഞ 40 വർഷത്തിൽ ടർബുലൻസ് 55% വർദ്ധിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ജെറ്റ് സ്ട്രീമുകളെ അസ്ഥിരമാക്കുന്നുണ്ട്. ടർബുലൻസ് ഭയപ്പെടുത്തുന്നത് മാത്രമല്ല, എയർലൈൻസുകൾക്ക് വാർഷികം $500 മില്യൺ നഷ്ടവും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന സീറ്റുകൾ സുരക്ഷിതമാണെന്ന് വിമാന കമ്പനികൾ പറയുമ്പോഴും നമുക്കല്പം സംശയം തോന്നും. അവയ്ക്ക് സീറ്റ് ബെൽറ്റുകൾ ഉണ്ട്, പരിശോധനകളും പാസ്സായി. പക്ഷേ വിമാനം കുലുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു വശത്ത് ഇടവും പണവും ലാഭിക്കാൻ വിമാന കമ്പനികൾ നമ്മളെ നേരെ നിർത്തുന്നു. മറുവശത്ത് ആകാശം കൂടുതൽ കലുഷിതമാകുന്നു. ഇതൊരു കപ്പലിനെ പോലെയാണ്. കൊടുങ്കാറ്റിലേക്ക് പോകുന്ന കപ്പലിൽ ലൈഫ് ബോട്ടുകൾ കുറയ്ക്കുന്നത് പോലെ. വിമാന കമ്പനികൾ പറയുന്നു ഇതൊരു ചോയ്സ് ആണെന്ന്. വില കുറഞ്ഞ യാത്ര വേണമെന്നുള്ളവർക്ക് മാത്രം ഇത് തിരഞ്ഞെടുത്താൽ മതിയെന്നും പറയുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇതൊരു വൈരുദ്ധ്യമാണ്. നാം വേഗത്തിലും ദൂരെയും കൂടുതൽ യാത്ര ചെയ്യുന്നു, പക്ഷെ അനുഭവം അത് പഴയ കാലത്തേക്ക് മടങ്ങുന്നത് പോലെയാണ്. അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടുക, അല്ലെങ്കിൽ ആ പെർച്ചിൽ മുറുകെ പിടിക്കുക. എന്തായാലും ഈ യാത്രയിൽ കുലുക്കങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്.